ഇഷ്ടകാര്യസിദ്ധിക്കായി 33 ദൈവങ്ങളിൽ ഏത് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എന്നാൽ 2 കൈയിലും വെണ്ണയുള്ള കണ്ണനോട് പ്രാർത്ഥിച്ചോളൂ, അത് നടന്നിരിക്കും തീർച്ച. കാരണം എന്തെന്ന് പറയാം. 2 കൈകളിലും വെണ്ണയുമായി നിൽക്കുന്ന കണ്ണന് ക്ഷമ എന്ന സാധനം തീരെയില്ല. എങ്ങനെയെങ്കിലും അത് അകത്താക്കണമെന്ന ഒറ്റ ഉദ്ദേശമേ മൂപ്പർക്കുള്ളൂ. ഇനി മറ്റ് ചില ഭാവങ്ങളെ പറ്റി ചിന്തിക്കാം. നാട് മുടിപ്പിക്കുവോളും മഴ പെയ്തുകൊണ്ടാണ് കൃഷ്ണൻ ഗോവർദ്ധനം ഉയർത്തി ഗോകുലം കാത്തു രക്ഷിച്ചത്. പാഞ്ചാലിയുടെ മാനം കൗരവ സഭയിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഘട്ടമായപ്പോൾ മാത്രമാണ് കൃഷ്ണൻ ചേല കൊടുത്തു രക്ഷിച്ചത്. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കണ്ട ശേഷമേ സുദാമാവിന് ഐശ്വര്യവും സമൃദ്ധിയും ലഭിച്ചിട്ടുള്ളൂ. സ്വജനത്തോട് പൊരുതാനാവാതെ അടർക്കളം വിളിച്ചു പോകുമെന്ന മട്ടായപ്പോഴാണ് അർജുനന് ഗീതോപദേശം സിദ്ധിച്ചത്. എന്തായാലും വെണ്ണക്കണ്ണന്റെ കാര്യത്തിൽ ഒരു അമാന്തവുമില്ല. നമ്മളെ കബളിപ്പിക്കുവാനോ നമ്മൾ ചോദിക്കുന്നതിലെ ന്യായം പരിശോധിക്കുവാനോ മൂപ്പർക്ക് തീരെ സമയമില്ല. വെണ്ണയുണ്ണണമെന്ന് മാത്രമാണ് ചിന്ത. എന്ത് വേണമെങ്കിലും ചോദിച്ചുള്ളൂ. മുഴുമുഴിപ്പിക്കുന്നതിന് മുന്നേ കണ്ണൻ തഥാസ്തു എന്ന് പറഞ്ഞിരിക്കും. അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ വെണ്ണ വായിലും എത്തിയിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യസിദ്ധിക്കായാലും ഒന്ന് കണ്ണനെ, 2 കൈയിലും വെണ്ണയുള്ള കണ്ണനെ പ്രാർത്ഥിച്ചു കൊള്ളുക, അത് നടന്നിരിക്കും തീർച്ച. അപ്പോൾ ഇതൊരു ചെറിയൊരു അധ്യായമാണ്. അപ്പോൾ എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ എൻ്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ.